ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കുക. നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഓരോന്നായിട്ട് നിങ്ങളിൽ നിന്നും അകന്നു പോയതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. നിങ്ങൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ആളുകൾ ഓരോന്നായിട്ട് നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു. അതിപ്പോൾ സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ ബന്ധുക്കളായാലും അല്ലെങ്കിൽ പ്രണയബന്ധത്തിലെ അകൽച്ചയായാലും ഇതിലേതെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. എന്തുകൊണ്ട് എല്ലാവരും എന്നെ ഇങ്ങനെ വിട്ടുപോകുന്നതെന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉയരുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒറ്റപ്പെടലും നിരാശയും ഒക്കെ തോന്നുന്നുണ്ടാകാം. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഇത്തരം അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവർക്കുള്ളതാണ്. ഒരുപക്ഷെ ചില വ്യക്തികളുടെ യഥാർത്ഥ മുഖം നിങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ വിശ്വസിച്ച ആളുകൾ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകാം. ആത്മാർത്ഥരാണെന്ന് നിങ്ങൾ കരുതിയവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്നത് യാദൃശ്ചികമല്ല എന്ന്. ഈ ഒരു റീഡിങ് നിങ്ങളെ തന്നെ തേടി എത്തുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നുപോയ വ്യക്തികളെക്കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് ഈ ഒരു നിമിഷം നിങ്ങളോട് പറയുന്നത്. കാരണം അവർ നിങ്ങൾക്കൊരിക്കലും നല്ലതായിരുന്നില്ല. നിങ്ങളുടെ ഉയർച്ചയ്ക്കും നിങ്ങളുടെ ഗ്രോത്തിനും അവരൊരു തടസ്സമായിരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റിയത്. നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് പോകാനുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായിരിക്കാം. അതായത് ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നതാകാം, അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടാകാം. പുതിയ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു ഷിഫ്റ്റ് നിങ്ങളിൽ സംഭവിക്കുന്നതാകാം. അല്ലെങ്കിൽ സ്പിരിച്വലി, മെൻ്റലി, സാമ്പത്തികപരമായിട്ടൊക്കെ നിങ്ങളിൽ ഒരു വളർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ നിന്നാൽ സാധിക്കുമായിരുന്നില്ല. പാസ്റ്റിലുണ്ടായിരുന്ന ആ ബന്ധങ്ങൾ ഏത് തരത്തിലുള്ള ബന്ധമായാലും അത് നിങ്ങളുടെ ഈ രീതിയിലുള്ള മുന്നേറ്റത്തിന് തടസ്സമായിരുന്നു എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അതുപോലെ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ വൈകിയതിനുള്ള കാരണം പോലും ചില വ്യക്തികളായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ച ഓരോ തവണയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഈ വ്യക്തികൾ നിങ്ങളെ പുറകോട്ട് വലിച്ചിട്ടുണ്ടാവണം. ആ രീതിയിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം. ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ കഴിവുകളെയും നിങ്ങളുടെ വിലയും ഒക്കെ നിങ്ങൾ സംശയിച്ചിട്ടുണ്ടാവണം. നിങ്ങളെ ചുറ്റിപ്പറ്റിയിരുന്ന ചിലർ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങളെ ചെറുതായി കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ എതിർപ്പ് അവർ കാണിച്ചത് നേരിട്ടായിരിക്കില്ല, മറ്റേതെങ്കിലും വ്യക്തികളിൽ കൂടെയാകാം. അല്ലെങ്കിൽ അവരുടെ സമീപനവും വാക്കുകളും നിങ്ങളുടെ എനർജിയെ തളർത്താൻ കാരണമായിട്ടുണ്ടാവാം. ചിലർക്ക് നിങ്ങളോട് കടുത്ത അസൂയ തന്നെയായിരുന്നു. അവരുടെ അസൂയ കൊണ്ട് അവർ ചിലപ്പോൾ നിനക്കിത് പറ്റില്ല, റിസ്ക് എടുക്കണ്ട, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടാവാം. നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകാം. നിങ്ങളെ തന്നെ വിശ്വസിക്കാതിരിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. അവരുടെ ഈ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള സ്വാധീനം നിങ്ങളുടെ സ്വപ്നങ്ങളെയും ഒക്കെ തടസ്സപ്പെടുത്തി വെച്ചിരുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, പിന്നെ എന്തിന് ഇവരെൻ്റെ ജീവിതത്തിൽ വന്നു, എന്തിന് യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഇവരെ കൊണ്ടുവന്നു, എന്തിന് ഇത്രയും കാലം ഇവരെ എൻ്റെ കൂടെ നിർത്തി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അതിനും ഒരു ഉത്തരമുണ്ട്. അതിൻ്റെ ഉത്തരം ഇവിടെ കാണുന്നത് അത് നിങ്ങളുടെ കർമ്മയുമായി ബന്ധപ്പെട്ടാണ്. അത് നിങ്ങളുടെ കർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ട ഒരു കർമ്മബന്ധമുണ്ടായിരുന്നു. ആ ഒരു കർമ്മബന്ധം ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് കാണുന്നത്, അല്ലെങ്കിൽ പൂർത്തിയാകാൻ പോവുകയാണ്. ആ കർമ്മബന്ധം അവസാനിച്ചാൽ പിന്നെ സ്വാഭാവികമായിട്ടും അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകും.
അവരിൽ നിന്നും ചില പാഠങ്ങൾ നിങ്ങൾക്കും പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് വെറുതെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിസിക്കലിയോ അല്ലെങ്കിൽ ഇമോഷണലിയോ ആയിട്ടുള്ള അവരുടെ അഭാവത്തെ നഷ്ടമായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല. ഈ സമയം യൂണിവേഴ്സ് നിങ്ങളെ ഒരു പുതിയ ഘട്ടത്തിലേക്കും കൂടുതൽ ആരോഗ്യകരവും അനുഗ്രഹീതവുമായിട്ടുള്ള ബന്ധങ്ങളിലേക്കും നയിക്കാൻ തയ്യാറെടുപ്പിക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ വന്നെങ്കിലും അവ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടൊപ്പം കഴിഞ്ഞിട്ടുണ്ടാവില്ല നിന്ന സമയത്ത്. എന്നാൽ ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ വഴിയിലുള്ള തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങും. ഒരിക്കൽ മറ്റുള്ളവരുടെ സ്വാധീനത്താൽ നിങ്ങളെ തന്നെ നിങ്ങൾ വില കുറച്ച് കണ്ടിരുന്നു. വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കാണുന്നത് പോലും നിങ്ങൾ അവസാനിപ്പിച്ചിരുന്നു. നിങ്ങൾ ശരിക്കും ഒരു രാജാവിനെയോ രാജ്ഞിയോ പോലെയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതായത് നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങളത് പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ട് പോലും മറ്റുള്ളവരുടെ മുൻപിൽ അവരെ താഴ്ത്തണ്ട എന്ന് വിചാരിച്ച് നിങ്ങളെ വില കുറച്ച് മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ കാണിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ താഴ്ന്നു കൊടുത്തു. ഈ ഒരു രാജാവ് അല്ലെങ്കിൽ ഈ ഒരു രാജ്ഞി എന്ന് പറയുന്നത് സമൃദ്ധിയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. അത് എവിടെയൊക്കെയോ വെച്ച് നിങ്ങൾ മറന്നു പോവുകയും ചെയ്തിരുന്നു. അതായത് സ്വന്തം ജീവിതത്തെ മനോഹരമായി സൃഷ്ടിക്കാൻ കഴിവുള്ള ശക്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ചുറ്റിലും നിന്ന് ചിലരുടെ വാക്കുകളാലും സമീപനത്താലും നിങ്ങളെ തന്നെ സംശയിക്കാൻ നിങ്ങൾ പഠിച്ചു. ചിലപ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ടവരാണ് എന്ന് കരുതിയ ചില വ്യക്തികൾക്കായിട്ട് നിങ്ങളുടെ തന്നെ സന്തോഷത്തെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തതുമാകാം. ചില ബന്ധങ്ങൾ നിലനിർത്തുന്നതിനായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചതാകാം, അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ കുഴിച്ചു മൂടിയതാകാം, കഴിവുകളെ ഒതുക്കി വെച്ചതാകാം. അതായത് സ്വന്തം ചിറകുകളെ സ്വയം മുറിച്ചു കളഞ്ഞ ഒരു പക്ഷിയെ പോലെയായിരുന്നു നിങ്ങൾ. എന്നാൽ യൂണിവേഴ്സിന് നിങ്ങളെ അങ്ങനെ വിടാനായിട്ട് ഉദ്ദേശമില്ല. കാരണം നിങ്ങൾ ഈ ഒരു ഭൂമിയിലേക്ക് വന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ കഴിവുകളെ ലോകത്തിനു മുൻപിൽ തെളിയിക്കാനും നിങ്ങൾ അർഹിക്കുന്ന ഉയരങ്ങളിലേക്ക് എത്തിക്കാനും അതിനൊക്കെയാണ് യൂണിവേഴ്സ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ആ ഒരു ജേണിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് ഒന്ന് ദിശ മാറിപ്പോയാൽ ആ ഒരു മാറിപ്പോയ ദിശയിൽ നിന്നും നിങ്ങളെ നേരെ കൊണ്ടുവരുന്നതിനായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ളത് നിങ്ങളുടെ ലക്ഷ്യത്തിലാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുകയാണ് യൂണിവേഴ്സ്. തീർച്ചയായിട്ടും നമ്മളൊരു വഴിയെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വഴിതെറ്റി പോവാറുണ്ടല്ലേ. എന്നാൽ നമ്മൾ അവിടെ നിന്നും തിരിച്ച് നമുക്ക് പോകേണ്ട വഴിയെ തന്നെ പോകും. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾ വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളുടെ ആ ഒരു മോട്ടിവേഷൻ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നിരിക്കണം. എന്നാലും നിങ്ങളത് ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ഒരിക്കൽ അവയൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഉത്സാഹം ഉണ്ടായിരുന്നിരിക്കണം. എന്നാലും നിങ്ങളുടെ ചുറ്റും നിന്നിരുന്ന ചില വ്യക്തികളുടെ ടോക്സിക് ആയിട്ടുള്ള ചില വ്യക്തികളുടെ സ്വാധീനം, അവരുടെ വാക്കുകൾ, അവരുടെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളൊക്കെ നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യത്തിൽ നിന്നും നിങ്ങളെ ഒരുപാട് ദൂരെയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ്. ശരിയാണ്, അവരുടെ ആ ഒരു അഭാവം നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, നിങ്ങളെ ദുഃഖിപ്പിച്ചിട്ടുണ്ടാകാം. അവരെ മിസ്സ് ചെയ്യുന്നതായിട്ട്, അവരുടെ ആ ഒരു എനർജിയിലോട്ട് ആക്സസ് ഇല്ലാത്തപ്പോഴുണ്ടാവുന്ന ആ ഒരു വല്ലാത്തൊരു സഫോക്കേഷൻ ഒക്കെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം. അവർ വീണ്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അവരൊന്ന് നേരെ ആയിരുന്നെങ്കിൽ, അവരെന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. എന്താണ് എന്നെ മനസ്സിലാക്കാത്തത്? അവർക്കിങ്ങനെ ഒന്ന് ചിന്തിച്ചൂടെ? ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ? എന്തുകൊണ്ട് അവരിങ്ങനെ ചിന്തിക്കുന്നില്ല? ഇങ്ങനെയെല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊന്നും അവർ മനസ്സിലാക്കാനും പോകുന്നില്ല. നിങ്ങളുടെ ഈ ചിന്തകൾ നിങ്ങളുടെ എനർജി നിങ്ങളിൽ നിന്നും ഡ്രെയിൻ ചെയ്യിപ്പിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ ഈ ഒരു ബന്ധം നിങ്ങളുടെ കർമ്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സാരമില്ല, സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു മനോഭാവം എല്ലാം തന്നെ തനിയെ മാറിത്തുടങ്ങുന്ന ആ ഒരു ദിവസം മുതൽ നിങ്ങൾ ചിന്തിക്കും, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കരിയറും, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുന്നതും, ഞാൻ വേണ്ട എന്ന് വെച്ച ചില നല്ല ബന്ധങ്ങളും
ഒക്കെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. ആ ഒരു നിമിഷം മുതൽ നിങ്ങൾ കൂടുതൽ ശക്തരാകാൻ തുടങ്ങും. കാരണം ആ ഒരു ബന്ധത്തിൻ്റെ അടിത്തറ ഇതിനകം ഇളകിയിരിക്കുകയാണ്. പുറമേ അത് കുഴപ്പമില്ലാതെയൊക്കെ തോന്നുന്നെങ്കിലും അതിൻ്റെ അടിത്തറ, അതായത് അതിനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു ഘടകം, അത് പൂർണ്ണമായിട്ടും ഇളകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് നിമിഷവും തകർന്ന് വീഴാവുന്നതുമാണ്. ഒരുപക്ഷെ ഒരു ദിവസം അവർ മാറും, എൻ്റെ വില അവർ തിരിച്ചറിയും, അവരെന്നെ മനസ്സിലാക്കും എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ ആ ഒരു ബന്ധത്തെ മുറുകെ പിടിച്ചിരുന്നിരിക്കാം. എന്നാൽ അത് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട സമയവും ഊർജവും മാത്രമേ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ആ ഒരു ബന്ധം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവസാനിക്കാൻ പോവുകയാണ്. ആ ഒരു അധ്യായം പൂർത്തിയാവുകയാണ്. ഇനി ഈ വ്യക്തികൾ ഒരുപാട് കാലം നിങ്ങളുടെ ഈ ഒരു ജീവിതയാത്രയിൽ നിങ്ങളുടെ ഭാഗമായിരിക്കില്ല. ഇനി മുൻപിലുള്ള വഴി നിങ്ങളുടേതാണ്. നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു വിജയത്തിലേക്കും സമൃദ്ധിയിലേക്കും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ചിലപ്പോൾ കുറച്ച് മാസങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളോ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു നഷ്ടത്തിൻ്റെ വേദന നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ചിലപ്പോൾ നിങ്ങൾ കരയാം, നിങ്ങൾ വിഷമിക്കാം, എന്തുകൊണ്ടാണ് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളൊരു നിരാശയുണ്ടാകാം. നിങ്ങളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. ഓരോരുത്തർക്കും ഹീല് ആകാനായിട്ട് അവരുടേതായിട്ടുള്ള ഒരു സമയം ആവശ്യമാണ്, അല്ലേ? എത്രയും പെട്ടെന്ന് ഹീലാവണമെന്നില്ല. ചില ആൾക്കാർ വർഷങ്ങളെടുത്തേക്കാം, പക്ഷേ ഹീലാവണം. ഓരോരുത്തർക്കും അതിനുള്ള ഒരു ടൈമുണ്ട്. എന്നാൽ നിങ്ങൾ എത്ര വേഗം നിങ്ങളുടെ പുതിയ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താനായിട്ട് നിങ്ങളെ മോട്ടിവേറ്റഡ് ആക്കുന്നോ, അത്രയും വേഗം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം നിങ്ങൾക്ക് ഒരുപാടുണ്ട് ഇനി മുന്നോട്ട് പോകാനായിട്ട്. കാരണം നിങ്ങളുടെ ലക്ഷ്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വ്യക്തിയോ ഇതൊന്നും അല്ല. പ്രപഞ്ചം നിങ്ങളെ വളരെ ഒരു ലക്ഷ്യത്തിനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടേതാണെങ്കിൽ വളരെ വൈകാതെ തന്നെ നിങ്ങളൊരു റാണിയെ പോലെയോ അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെയോ ഒക്കെയുള്ള ആ ഒരു ശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഓറയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് നിങ്ങളെത്തും. ധൈര്യവും ആത്മവിശ്വാസവും അതുപോലെ പ്രവർത്തനശേഷിയും നിറഞ്ഞ ഒരു ഘട്ടം നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോഴൊരു ജോലി ലഭിക്കുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം ലഭിക്കുന്നതാകാം, പുതിയ പോകേണ്ടുന്ന ഡയറക്ഷൻസ് നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ഐഡിയ തെളിഞ്ഞു വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുമൊത്ത് കൂട്ടുപങ്കാളിത്തത്തോടെ ഒരു ബിസിനസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം ആ ഒരു രീതിയിലൊക്കെ ഓരോന്നും നിങ്ങളുടെ മുൻപിൽ തുറന്നു വരുമെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രപഞ്ചം, യൂണിവേഴ്സ് ആദ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ വഴിയിലുണ്ടായിരുന്ന ഈ ഒരു തടസ്സങ്ങളെയെല്ലാം നീക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ വീണ്ടും ആ ഒരു രാജാവിൻ്റെയും റാണിയുടെയും സമൃദ്ധിയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും ഊർജത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് നിങ്ങളുടെ യഥാർത്ഥ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. എന്നാലും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. ഈ ഒരു ടാരോ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു എനർജിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇവിടെ സാധ്യതകളാണ് കാണിക്കുന്നത്. ആ സാധ്യതകൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നിങ്ങൾ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം അത് നടക്കണമെന്നില്ല. ഞാൻ ആ ഒരു എനർജി നിങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് അവസരങ്ങൾ വന്നാൽ, ഇപ്പോൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാൽ അത് തിരഞ്ഞെടുത്താൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരാളൊരു ഐഡിയ പറഞ്ഞാൽ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ നോക്കുന്നതുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അത് ആരുടെയും മിസ്റ്റേക്ക് അല്ല. നമ്മൾ സ്വന്തമായിട്ട് ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്കത് ലഭിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവർത്തികളും അലൈൻഡ് ആയിരിക്കണം, അതിനോട് യോജിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ അതിനായിട്ട് ഈ ഒരു ജോലിക്കായിട്ട് അന്വേഷിക്കണം, അല്ലെങ്കിൽ അവസരങ്ങൾ വരുമ്പോൾ അത് അപ്ലൈ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചേരുന്ന വ്യക്തിയാണോ എന്നറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ആരുടെ സംസാരിക്കാതിരുന്നാലോ ഒന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.